നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്നാരോപിച്ച് പുതുക്കാട് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെള്ളാനിക്കോട് കടച്ചക്ക പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് 65കാരി മരിച്ചു. എടത്തിരുത്തി അന്തോണി ഭാര്യ സെലീനയാണ് മരിച്ചത്. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയപാതയിലെ മേൽപ്പാലങ്ങളുടെ കൈവരികൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക യാത്രക്കാർക്കിടയിൽ വർദ്ധിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളാനിക്കോട് കടച്ചക്ക പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് 65കാരി മരിച്ചു. എടത്തിരുത്തി അന്തോണി ഭാര്യ സെലീനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് തൊട്ടടുത്ത പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുമ്പുതോട്ടി ഉപയോഗിച്ച് കടച്ചക്ക പറിക്കുന്നതിനിടെ കമ്പി വൈദ്യുത ലൈനിൽ കുരുങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്ത് താമസിക്കുന്ന മക്കളാണ് ആദ്യം കണ്ടത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സെലീനയുടെ സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കും. പ്രിൻസി, പ്രീത, പ്രിയ എന്നിവർ മക്കളും ഷാജു, റാഫി, സാബു എന്നിവർ മരുമക്കളുമാണ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്നാരോപിച്ച് പുതുക്കാട് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ സോമൻ മൂത്രത്തിക്കര അധ്യക്ഷനായി. പോൾസൺ തെക്കുംപീടിക, KJ ജോജു, ഷാജു കാളിയങ്കര, KN ഷാഫി, പ്രിൻസൻ തയ്യാലക്കൽ, സനൽ മഞ്ഞളി, സതി സുധീർ, മിനി ഡെന്നി, രജനി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു വാർത്ത മാധ്യമങ്ങളിലും TV-യിലും വന്നത് 2-ാം തീയതിയാണ്, 3 ദിവസം മുമ്പ്. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിച്ചു. അദ്ദേഹത്തെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു, ജയിലിലായി. ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും വോട്ടർമാരും വലിയ നാണക്കേടോടുകൂടി തന്നെയാണ് ആ വാർത്ത വായിച്ചതും TV-യിൽ ആ വാർത്ത കണ്ടത്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും വിജിലൻസ് കൊടുത്ത 6000 രൂപയും അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് 50,000 രൂപയും കൈക്കൂലിയായി വാങ്ങി എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് ജനം സ്വീകരിച്ചതും കേട്ടത്. വളരെ കാലങ്ങളായി ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ, അതിനു മുമ്പ് തന്നെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പണികൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്നുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു നിലപാട് ഇവിടെ കാലങ്ങളായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇവിടെ വലിയ അഴിമതികൾക്ക് കൂട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസുകാർ പിടിച്ചതായിട്ട് നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 7 പഞ്ചായത്തുകളെ അവരുടെ വർക്കുകളൊക്കെ തന്നെ പൊതുമരാമത്ത് വകുപ്പുകളൊക്കെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അനുമതി കൊടുക്കുന്നത്, TS കൊടുക്കുന്നതും ബില്ലുകൾ കൊടുക്കുന്നതും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയം.
മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 106ാമത് ജന്മദിനത്തിൽ പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. MK രാജേഷ് കുമാർ, M ശ്രീകുമാർ, റീന ഫ്രാൻസിസ്, NM പുഷ്പാകരൻ, രാധാ വിശ്വംഭരൻ, വിജയൻ കൈതവളപ്പിൽ, ബാബു പൊന്തോക്കൻ, ബാലൻ നന്ദിക്കര, VB നാരായണൻകുട്ടി, മഹേഷ് കണയത്ത്, CV രവി, ഷാജൻ പറപ്പൂക്കര എന്നിവർ നേതൃത്വം നൽകി. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. എയിംസ് സ്ഥാപിക്കുന്നതിന് മനുഷ്യനിർമ്മിതമായ തടസ്സങ്ങളാണുള്ളത്. അത് നീക്കി വരികയാണ്. ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എയിംസ് കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. തൃശൂരിലേക്ക് മെട്രോ നീട്ടുന്നത് അനിവാര്യമല്ല എന്ന് തന്നെ ധരിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറാം. തൃശൂർ നഗരം തൊടാതെയുള്ള മണ്ണൂത്തി കുന്നംകുളം എലിവേറ്റഡ് പദ്ധതി മനസ്സിലുണ്ട്. ഒരാളെയും ദ്രോഹിക്കാതെ പദ്ധതി നടപ്പാക്കും. ഇതോടൊപ്പം സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും മനസ്സിലുണ്ട്. നാഗപട്ടണം വേളാങ്കണ്ണി, ദിണ്ടിഗൽ ക്ഷേത്രം ഭരണങ്ങാനം, മംഗളാദേവി മലയാറ്റൂർ, കാലടി കൊടുങ്ങല്ലൂർ, തൃശൂർ ലൂർദ് പള്ളി തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. ഇതിൽ ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. യോഗ്യമായും എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതുമല്ലാത്ത പുതിയ ഡെവലപ്മെന്റ്സ് ഈ ഒരു അവരോഹണത്തിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏങ്ങണ്ടിയൂർ ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്ന് അതിന് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ദേശീയപാതയിലെ മേൽപ്പാലങ്ങളുടെ കൈവരികൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക യാത്രക്കാർക്കിടയിൽ വർദ്ധിക്കുകയാണ്. ജൂലൈ 1-ന് തിരുവനന്തപുരത്ത് വെൺപാലവട്ടത്ത് 2 സ്ത്രീകളും കുഞ്ഞും താഴെ വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്തതോടെയാണ് യാത്രക്കാർക്കിടയിൽ ആശങ്ക വർദ്ധിച്ചത്. ദേശീയപാതയിലെ മേൽപ്പാലങ്ങളിൽ കൈവരികൾ സുരക്ഷിതമല്ല എന്ന ഒറ്റപ്പെട്ട നിരീക്ഷണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ആരും പക്ഷേ അത്ര ഗൗരവം നൽകി കണ്ടില്ല. ഇരുഭാഗങ്ങളിലും 3 വരി വീതം വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് മേൽപ്പാലങ്ങൾ ഒട്ടുമിക്കതും നിർമ്മിച്ചിട്ടുള്ളത്. സ്പീഡ് ട്രാക്കുകളിലൂടെ കാറുകളും മധ്യഭാഗത്തുകൂടെ വലിയ വാഹനങ്ങളുമാണ് സാധാരണ കടന്നുപോവുക പതിവ്. ഇരുചക്ര വാഹനങ്ങൾ മിക്കപ്പോഴും കൈവരിയോട് ചേർന്നുള്ള ട്രാക്കിലൂടെയാണ് കടന്നുപോവുക. രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായി ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. ഇരുചക്രവാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളാണ് ഇവിടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. എതിരെ വാഹനങ്ങൾ വന്ന് കൂട്ടിയിടിക്കുന്ന സാധ്യത ഇല്ലെങ്കിലും വലിയ വാഹനങ്ങളിൽ തട്ടി ഇരുചക്രവാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ പാലങ്ങളിൽ നിന്നും താഴെ വീഴുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് യാത്രക്കാർ ആശങ്കപ്പെടുന്നത്. മേൽപ്പാലങ്ങളുടെ കൈവരികൾ ഉയരം വർദ്ധിപ്പിക്കുകയോ സംരക്ഷണ വേലി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. കൈവരിയിൽ തട്ടി താഴെ വീണു കഴിഞ്ഞാൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുമെന്ന് മാത്രമല്ല, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയും വളരെയാണ്. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് മേൽപ്പാലത്തിൽ നിന്നും താഴെ വീണ 3 പേരിൽ ഒരാൾ മരിച്ചിരുന്നു. വാഹനങ്ങളുടെ എണ്ണവും അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ മേൽപ്പാലങ്ങളിലെ കൈവരികളുടെ ഉയരം വർദ്ധിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. തിരുവനന്തപുരം വെൺപാലവട്ടത്തുണ്ടായ അപകടത്തിന്റെ വെളിച്ചത്തിൽ ദേശീയപാതയിലെ ഫ്ലൈ ഓവറുകൾക്ക് ഇരുവശങ്ങളിലുമുള്ള സുരക്ഷാ ഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കാരണം ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് നിലവിലുള്ള സുരക്ഷാ ഭിത്തികൾ പര്യാപ്തമല്ല എന്നാണ് ഇപ്പോൾ ജനം പറയുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷനായി. യൂണിറ്റ് പ്രസിഡന്റ് ജോയി പണ്ടാരി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന യൂത്ത് വിംഗിന്റെ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ, യൂത്ത് വിംഗ് സെക്രട്ടറി ജോൺ വട്ടക്കുഴി, ട്രഷറർ ജിൻഡോ ചെറുശ്ശേരി, പ്രോഗ്രാം കൺവീനർ നൈജോ കരിപ്പേരി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ആഷി അഗസ്റ്റിൻ ബോധവൽക്കരണം നൽകി. അല്ലെങ്കിൽ ഒരുപാട് മധുരം കഴിക്കുന്ന ആൾക്കാർ ഓർത്ത് വെച്ചോ, ഷുവർ ഷോട്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലാണ് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ അത് കഴിക്കാനുള്ളൊരു, അല്ലെങ്കിൽ അതിനൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആയുർവേദത്തിലൂടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്. 5000 വർഷത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നമ്മുടെ ഭാരതത്തിന്റെ തനത് ചികിത്സാ രീതി എന്ന് തീർത്തും അവകാശപ്പെടാവുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ ക്ലാസ് എടുത്തു. ഈ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളെ ചെറുത്തു നിൽക്കേണ്ടത് ഇന്ന് മാനസിക വ്യവസ്ഥയുടെ തന്നെ ഒരു ആവശ്യമാണ്. 30 വയസ്സുള്ള ആളെ പോലും ആരും പറഞ്ഞു വിടാറില്ല. ഷുഗറിൻ്റെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മൾ ഈ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും 4 കാലത്തിൽ പെടുത്താം. ഒന്നാമത്തെ കാലം എനിക്കൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നത്. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മൃതി ദിനത്തിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് സ്കൂൾ അങ്കണത്തിലെ ഇലഞ്ഞിമരത്തണലിൽ ഒത്തുകൂടി. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. ബഷീറിന്റെ ജീവചരിത്രക്കുറിപ്പ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ബെൻലിയ തെരേസയും 80ന്റെ നിറവിലെത്തിയ ബഷീർ കൃതി ബാല്യകാല സഖിയുടെ വായനാക്കുറിപ്പ് PA നിഖിലയും അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, അധ്യാപകരായ ബിന്ദു G കുട്ടി, CC പ്രിയ, മിലി ആന്റണി, P രമ്യ, PM ആര്യപ്രിയ എന്നിവർ നേതൃത്വം നൽകി. രണ്ടാം കല്ല് ALP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളായി കുട്ടികൾ വന്നത് ശ്രദ്ധേയമായി. പ്രധാന അധ്യാപകൻ നിക്സൺ പോൾ, PTA പ്രസിഡന്റ് തോബി തോട്ടിയാൻ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയും സംയുക്തമായി ബഷീർ അനുസ്മരണവും പുസ്തക ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് NS വിദ്യാധരൻ, പ്രിൻസിപ്പൽ V പ്രീത, SMC ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ്, MPTA പ്രസിഡന്റ് GC ടിറ്റൻ, പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള KG ഗീത, PK അജിത്, PV അജിത, ലൈബ്രറിയൻ MG നിധീഷ് എന്നിവർ പ്രസംഗിച്ചു. കോടാലി GLP സ്കൂളിലെ ഭാഷാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. പുസ്തക പ്രദർശനമടക്കമുള്ള വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു. ബഷീർ കൃതികളായ മതിലുകൾ, പാത്തുമ്മയുടെ ആട്, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവയുടെ ദൃശ്യാവിഷ്കാരവും വിദ്യാർത്ഥികൾ ഒരുക്കി. പ്രധാന അധ്യാപിക TM ശകുന്തള, കോടാലി ഗ്രാമീണ വായനശാല ഉപദേശക സമിതി അംഗം സീതാകുമാരൻ, പ്രസിഡന്റ് കവിത ഗിരീഷ്, ജോയിന്റ് സെക്രട്ടറി PG ഹിമ എന്നിവർ പ്രസംഗിച്ചു. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ച, കൂട്ടുകാരെല്ലാം പോയി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് KK വത്സരാജ്. മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും UPയിൽ വലിയ തിരിച്ചടി ഉണ്ടായതും ഫാസിസ്റ്റ് സർക്കാരിന് ബദലായി ഇന്ത്യ മുന്നണി പ്രതീക്ഷയായി മാറിയതും 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണെന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. മുൻ MLA PS നമ്പൂതിരിയുടെ 45ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KM ചന്ദ്രൻ, CU പ്രിയൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PM നിക്സൺ, VK വിനീഷ്, TK ഗോപി, അളഗപ്പ നഗർ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK അനീഷ്, KR അനൂപ്, CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, AITUC അളഗപ്പ നഗർ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2021-24 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ബിരുദദാനം നടത്തി. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ കെ എൽ ജോയ്, വൈസ് പ്രിൻസിപ്പൽ കെ കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടൂരി എന്നിവർ സന്നിഹിതരായി. പൊലിമ പുതുക്കാട് 4ാം ഘട്ടം പൂർത്തീകരണവും പുരസ്കാര വിതരണവും ശനിയാഴ്ച സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 പാലക്കപ്പറമ്പ് സൈമൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മണ്ഡലത്തിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്ത ആദ്യ 1, 2, 3 സ്ഥാനക്കാരായ കുടുംബശ്രീയെയും പഞ്ചായത്തിലെ ആദ്യ 3 സ്ഥാനക്കാരായ കുടുംബശ്രീയെയും യോഗത്തിൽ ആദരിക്കും. മികച്ച രീതിയിൽ കൃഷി ചെയ്ത വിദ്യാലയങ്ങൾക്കും ഇത്തവണ പുരസ്കാരമുണ്ട്. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. കൈത്താങ്ങ് സഹായ പദ്ധതി പ്രകാരം അവശത അനുഭവിക്കുന്ന 10 പേർക്ക് പ്രതിമാസം 2000 രൂപ വീതവും വൃക്ക രോഗികൾക്ക് 1 വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായവും ക്ലബ്ബ് നൽകും. കൂടാതെ അർബുദബാധിതയായ കുട്ടിക്ക് ചികിത്സാ സഹായം നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് KT ജോണി, സെക്രട്ടറി TK മാത്യു, KO വർഗീസ്, ജോയ്സൺ കീരിയത്ത് എന്നിവർ പറഞ്ഞു. ലയൺസ് ക്ലബ് പേരാമ്പ്ര ഡ്രീം സിറ്റി എന്ന പേരിൽ പേരാമ്പ്ര സ്ഥലമായിട്ട് ഒരു ക്ലബ്ബ് തുടങ്ങി 1.5 വർഷത്തോളമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. 51 സജീവ മെമ്പർമാരാണ് ഞങ്ങളുടെ ക്ലബിലുള്ളത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അനുഭവിക്കുന്ന സമൂഹത്തിലെ ആൾക്കാരെ സഹായിക്കുക. രാജ്യപ്രവർത്തനം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് 2 പേർക്ക് 1 കൊല്ലക്കാലം കിറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ട്. ഈ കൈത്താങ്ങ് പരിപാടി എന്ന് പറയുന്നത് ഒരു നിർധനരായൊരു വ്യക്തി വീടിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വീട്ടുകാർക്ക് ആ വീട്ടിൻ്റെ ചെലവിലേക്ക് ആയിക്കൊണ്ട് 2000 രൂപ വീതം എല്ലാ മാസം കൊടുക്കുന്ന പരിപാടിയാണ്. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും ചാലക്കുടി കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തും. രാവിലെ 8:30 മുതൽ 12 വരെയാണ് ക്യാമ്പ്. നന്ദിക്കര വിൻകോസ്റ്റിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചെങ്ങാലൂർ മനക്കിലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേക ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6:30 തായമ്പക ഉണ്ടായിരിക്കും. ആമ്പല്ലൂർ കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കും. രാവിലെ 5:45 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 8:30 നാദസ്വരവും 10 കലശാഭിഷേകവും നടക്കും. പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. വൈകിട്ട് 6:30 താലം വരവ്, തുടർന്ന് വിവിധ കലാപരിപാടികളും കലാപ്രതിഭകൾക്ക് പ്രോത്സാഹന സമ്മാനദാനവും ഉണ്ടായിരിക്കും. ആമ്പല്ലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ശനിയാഴ്ച നടക്കും. രാവിലെ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ചതുശ്ശത നിവേദ്യം, സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 4 പഞ്ചാരിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലിയും ദീപാരാധനയ്ക്കു ശേഷം 7:30 വലിയ ഗുരുതിയും ഉണ്ടായിരിക്കും. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ KSCB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ശനിയാഴ്ച കൂട്ടയോട്ടം സംഘടിപ്പിക്കും. രാവിലെ 8:30 ആമ്പല്ലൂരിലുള്ള സെക്ഷൻ ഓഫീസിന് മുൻപിൽ മുൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷീജ അധ്യക്ഷത വഹിക്കും. മരോട്ടിച്ചാൽ AUP സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും സ്കൂൾ മാനേജർ K ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷിജു പാണ്ടാരി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി തൃശൂർ വനിതാ സെൽ കൌൺസിലർ ശാലിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ വിപിൻ ദാസ്, ഡയറക്ടർ KB സൂരജ്, സ്കൂൾ പ്രധാനാധ്യാപിക VN ലീന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBSഉം TCMC കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 25 മുതൽ 45 വരെ. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ഈ മാസം 10 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0480 275 1232.
ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. MSc ഫിസിക്സ് B.Ed സെറ്റ് യോഗ്യതയുള്ളവർ ഈ മാസം 8-ന് രാവിലെ 11-ന് സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. സ്വർണം ഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ. പുതുക്കാട് സെന്റ് ആന്റണി സ്കൂൾ മുൻ അധ്യാപകൻ തട്ടിൽ N.A. ഫ്രാൻസിസ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതയായ എലിസബത്താണ് ഭാര്യ. മുപ്ലിയം അന്തിക്കാടൻ ശങ്കരൻ മകൻ ശരത് അന്തരിച്ചു. 36 വയസ്സായിരുന്നു. മുൻ വാർഡംഗം ശാന്ത ശങ്കരന്റെ മകനും സിനിമ ടെലിഫിലിം സംവിധായകൻ ശ്യാം ശങ്കറിന്റെ സഹോദരനുമാണ്. പറപ്പൂക്കര നെടുമ്പാൾ കുണ്ടുപറമ്പിൽ അയ്യപ്പൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണിയാണ് ഭാര്യ. അനുരാജ്, അനിൽ എന്നിവർ മക്കളും സാന്ദ്ര മരുമകളുമാണ്. വെണ്ടൂർ കല്ലൂക്കാരൻ ഷാജു അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജാൻസിയാണ് ഭാര്യ. ആന്റണി, അന്ന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്നാരോപിച്ച് പുതുക്കാട് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെള്ളാനിക്കോട് കടച്ചക്ക പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് 65-കാരി മരിച്ചു. എടത്തിരുത്തി അന്തോണി ഭാര്യ സെലീനയാണ് മരിച്ചത്. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയപാതയിലെ മേൽപ്പാലങ്ങളുടെ കൈവരികൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക യാത്രക്കാർക്കിടയിൽ വർദ്ധിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.